രണ്ടാം ഘട്ട തെളിവെടുപ്പിനായി അമ്മാവൻ്റെ വീട്ടിലേക്ക് അഫാനെ എത്തിച്ചപ്പോൾ അവിടെ നിന്നും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞത് നിർണായകമായ പലവിധ കാര്യങ്ങൾ തന്നെയാണ്. അഫാൻ പറഞ്ഞതുമായി സാമ്യം തോന്നുന്നതും അഫാൻ ഇതുവരെ പറയാത്തതുമായ പല കാര്യങ്ങളും ബോംബ് സ്ക്വാഡ് അടക്കം ഇറങ്ങി തിരഞ്ഞപ്പോൾ കണ്ടെടുക്കാനായി കഴിഞ്ഞു. 3 വീടുകളിലായി 6 പേരെ താൻ കൊലപ്പെടുത്തിയെന്നാണ് അന്ന് 23-കാരനായ അഫാൻ പറഞ്ഞത്. അതിൻ്റെ അമ്പരപ്പ് ഞെട്ടലിലേക്ക് മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. പ്രതി അഫാനുമായിട്ടുള്ള രണ്ടാം ഘട്ട തെളിവെടുപ്പ് പൂർത്തീകരിച്ചപ്പോൾ അതിൽ ഏകദേശ തുമ്പുകളിലേക്ക് എത്തിച്ചേരാനായി പോലീസിനിപ്പോൾ കഴിയുന്നുമുണ്ട്. കേസിൽ തെളിവെടുപ്പിന് വേണ്ടി ഇന്ന് കിളിമാനൂർ പോലീസാണ് അഫാനെ 3 ദിവസം കസ്റ്റഡിയിലേക്ക് വാങ്ങിയതും ശേഷം നിർവികാരനായ അഫാനുമായി സംഭവസ്ഥലത്തെത്തിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യാതൊരു കൂസലുമില്ലാതെ നടന്ന വിഷയങ്ങൾ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ തുറന്നു പറയുകയായി. ചൊവ്വാഴ്ച രാവിലെ 7:30 മണിയോടുകൂടി തന്നെ തെളിവെടുപ്പ് ആരംഭിച്ചു. ആദ്യം അഫാനെ എത്തിച്ചത് ചുള്ളാളം SN നഗറിലുള്ള ലത്തീഫിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ തെളിവെടുപ്പിനിടയിൽ പോലീസിനോട് അഫാൻ പറഞ്ഞത് എങ്ങനെയാണ് വല്യുമ്മയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു. ഏറെ നടുക്കം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു വല്യുമ്മയെ കൊലപ്പെടുത്തിയതിലൂടെ അഫാൻ വിവരിച്ചത്. സജിത ബീവിയെ എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളത് ഘട്ടം ഘട്ടമായി തന്നെ അഫാൻ കാണിച്ചു കൊടുത്തു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവരണമാണ് അഫാന്റെ വായിൽ നിന്ന് പുറത്തു വന്നത് എന്നുള്ളത് യാഥാർത്ഥ്യവും. പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യ സജിതയെയും കൊലപ്പെടുത്തിയ വീട്ടിൽ നിന്ന് തെളിവെടുപ്പ് തുടങ്ങി അവസാനിക്കും വരെ പോലീസുകാരും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിരുന്നു. ഒരു 23-കാരൻ്റെ പ്രവൃത്തിയാണോ ഇതെന്നുള്ളത് പലപ്പോഴും അവരൊക്കെ തന്നെ മനസ്സിൽ ആലോചിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നിരിക്കും. പിന്നീട് നടത്തിയ പരിശോധനയിൽ നിർണായകമായ ചില കാര്യങ്ങൾ കണ്ടെടുക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. അഫാന്റെ പ്രവൃത്തി അനുസരിച്ച് കൊലപാതകം മാത്രമല്ല, അതിനുശേഷവും തെളിവ് നശിപ്പിക്കാനായിരുന്നാലും തൻ്റെ കൃത്യത്തെ തടയാനെത്തുന്നവർക്കെതിരെ ആയിരുന്നാലും ആക്രമണം നടത്തുന്ന ഒരു സ്വഭാവം പ്രകൃതമുള്ളതുകൊണ്ട് തന്നെ ബോംബ് സ്ക്വാഡ് അടക്കം സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു. അതിനിടയിൽ തന്നെ അഫാന്റെ സുരക്ഷയും വലിയ പ്രാധാന്യമർഹിക്കുന്നതാണ്. സ്വയം മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പ്രതിയെ സംഭവസ്ഥലത്തെത്തിക്കുമ്പോൾ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നുള്ള ആശങ്ക പോലീസിന് ഇങ്ങനെയുള്ള പലവിധ വിഷയങ്ങളുണ്ടായിരുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ ലത്തീഫിൻ്റെ ഫോണും വീടിൻ്റെ താക്കോലും ഇത് രണ്ടുമായിരുന്നു കണ്ടെടുക്കാൻ കഴിയാത്തത്. അത് കണ്ടെടുത്ത് കഴിഞ്ഞിരുന്നു. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പൂട്ടിയിട്ടിരുന്ന വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തീകരിച്ചത്. ഒരു കൂസലുമില്ലാതെ ഒരു തരത്തിലുള്ള വികാരവുമില്ലാതെയാണ് താൻ നടത്തിയ ക്രൂരത വളരെ അഭിമാനത്തോടു കൂടി തന്നെ അഫാൻ വിവരിക്കുന്നത്. 80,000 രൂപ ലത്തീഫിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കടം നൽകിയ പണം തിരികെ ചോദിച്ചത് തങ്ങളെ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചുവെന്നാണ് അഫാൻ പറയുന്നത്. പണം തിരികെ ചോദിച്ച് നിരന്തരമായി ശല്യപ്പെടുത്തി. അച്ഛനെ അമ്മയുടെ സ്വർണം വാങ്ങുന്നതിന് തടസ്സം നിന്നത് മറ്റാരുമല്ലായിരുന്നു, ലത്തീഫായിരുന്നു. അങ്ങനെ വിലങ്ങുതടിയായി ലത്തീഫ് നിന്നപ്പോൾ തീർത്ത് കളയാമെന്ന ചിന്ത മനസ്സിലുണ്ടായി. അതാണ് വകവരുത്താനുള്ള കാരണമെന്നാണ് അഫാൻ പറയുന്നത്. ആക്രമണം തടസ്സപ്പെടുത്തുന്നവരെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും അഫാന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ എത്തുന്നവരുടെ കണ്ണിലേക്ക് എറിയാൻ വേണ്ടി മുളക് പൊടിയും അഫാൻ വാങ്ങിവെച്ചിരുന്നു. അഫാൻ മോഷ്ടിച്ച ശേഷം വലിച്ചെറിഞ്ഞ ലത്തീഫിൻ്റെ മൊബൈൽ ഫോൺ പോലീസ് ഇതിനിടയിൽ തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അമ്മയെ കഴുത്തു ഞെരിച്ച് നിലത്തിട്ട് കൊന്ന ശേഷം ആദ്യം അച്ഛൻ്റെ അമ്മയെ കൊന്നുവെന്നും അതിനുശേഷം ലത്തീഫിൻ്റെ വീട്ടിലേക്ക് എത്തിയെന്നുമാണ് അഫാൻ പറയുന്നത്. അഫാനെ കണ്ട് വല്യുമ്മയായ സാജിദ അടുക്കളയിലേക്കോ മറ്റോ പോയി. ആ സമയത്ത് അന്നേരം സോഫയിലിരുന്ന ലത്തീഫിനെ ആക്രമിക്കാനായി ശ്രമിച്ചു. ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ലത്തീഫിൻ്റെ മൊബൈലിലേക്ക് നിരന്തരം കോളുകൾ വന്നുകൊണ്ടിരുന്നു. അതോടെ ബാഗിലിരുന്ന ചുറ്റികയെടുത്ത് ഹാളിലെ സെറ്റിയിലിരുന്ന ലത്തീഫിൻ്റെ തലയിൽ തുടർച്ചയായി പലവട്ടം ആഞ്ഞടിച്ചു. ശബ്ദം കേട്ട് ഓടി വന്ന സാജിദയെയും അടിച്ചു വീഴ്ത്തി. അടുക്കളയിലേക്ക് രക്ഷപ്പെടാനായി ഓടിയ സാജിദയെ പിന്നിൽ നിന്നും ആക്രമിച്ചുവെന്നാണ് അഫാൻ വിവരിക്കുന്നത്. രക്ഷപ്പെടാൻ ശ്രമിച്ച സാജിദ ബീവിയെ ആദ്യം അടിച്ചത് അവരുടെ കയ്യിലായിരുന്നു. പിന്നാലെ പുറകെ എത്തി കയ്യിൽ കൊണ്ടുവന്ന ചുറ്റിക ഉപയോഗിച്ച് തലയിൽ തുടർച്ചയായി അടിച്ചു. 5 തവണയിലധികം അടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം ലത്തീഫിൻ്റെ മൃതദേഹത്തിന് സമീപത്തിരുന്ന് സിഗരറ്റ് വലിച്ചാണ് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയത്. പോകുന്ന സമയത്ത് ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും അവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെയും കാറിൻ്റെയും താക്കോലൊക്കെ തന്നെ എടുത്തു. ഈ എടുത്ത സമയത്ത് ഫോൺ നിരന്തരം റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതൊരു ശല്യമായതുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞ് എങ്ങോട്ടേക്കോ വലിച്ചെറിയുകയാണ് ചെയ്തത്. 200 മീറ്റർ ദൂരത്താണ് ഈ ഫോൺ വലിച്ചെറിഞ്ഞതെന്ന് ഇന്നത്തെ അന്വേഷണത്തിൽ കണ്ടെടുക്കാൻ സാധിച്ചു. അവിടെ അഫാനെ നേരിട്ട് തന്നെ തെളിവെടുപ്പിനെത്തിച്ച് പോലീസ് ഈ ഫോണും താക്കോലും മറ്റും കണ്ടെടുത്തിട്ടുണ്ട്.